രാത്രിയിലാണെങ്കിലുണ്ടല്ലോ നിവിൻ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഉറങ്ങാൻ കിടന്നവരെ. അവിടെ ഈ അനുമോളുടെയും അനീഷിന്റെ വിഷയം പറഞ്ഞ്. അനീഷ് അന്ന് ഉറങ്ങാനായിട്ട് അവിടെ വീട്ടിൽ വന്ന് കിടക്കുന്നു. അനീഷ് അന്നേരം നിവിനെ വഴക്ക് പറയുന്നു. നിവിൻ ഉറങ്ങാൻ കിടക്കുന്നവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എന്തെങ്കിലും സംസാരിക്കണ്ടോ രാവിലെ സംസാരിക്കാം. കിടന്ന് ബഹളം വെക്കരുതെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല അനുമോളെ കളിയാക്കുന്നുണ്ട്. അനുമോളെ നീ കാരണമാണ് അനീഷേട്ട ഇങ്ങനെ ആയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അനീഷേട്ടൻ കേട്ടോണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നിവിനാണെങ്കിലും ഈ അക്ബറും കൂടെ നാദസ്വരമേളമില്ലേ അതിന്റെ ട്യൂണൊക്കെ എടുത്തിടുന്നുണ്ട്. ഇതെല്ലാം അനീഷേട്ടൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോളെ അല്ലാത്ത രീതിയിൽ പല രീതിയിൽ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ നിവിൻ നിന്നോട് ആര് പറഞ്ഞു എന്നോട് ഈ വിഷയം പറയാൻ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നു. അന്നേരം അക്ബർ ഇങ്ങനെ അനുമോളോട് ചോദിക്കുന്നു, എന്തിനാ നീ ബോധമില്ലാത്തവന്റെ അടുത്ത് ഇക്കാര്യങ്ങൾ പറഞ്ഞത്? ഇവനെ വായിന്ന് വരുന്നതൊക്കെ വിളിച്ചു പറയും. എന്തോ ഇവൻ വിളിച്ചു പറയുന്നത് പറയാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ അക്ബർ നിവിനെ കുറിച്ച് അനുമോളോട് പറയുന്നു. അത് മാത്രമല്ല അപ്പൊ നമ്മുടെ അനീഷേട്ടന് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നിവിൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്ന കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്ന് നിർത്തോ നിവിൻ എന്ന് പലതവണയായിട്ട് പറയുന്നു. എന്നിട്ട് നിവിനോട് പറയുന്നു, വെളിയിൽ ഞാനും ഷാനവാസോടും ആകാശമൊക്കെ നോക്കിക്കണ്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നിവിൻ വന്ന് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തത്. ഉറങ്ങാൻ കിടന്നാലും മറ്റെവിടെ ഇരുന്നാലും വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല നിവിനെ എന്ന് നമ്മുടെ അനീഷേട്ടൻ പറയുന്നു. പിന്നീട് അനീഷേട്ടൻ എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ അനുമോള് തൊട്ട് പറയാൻ ഇറങ്ങി അങ്ങ് പോകുന്നു. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഉണ്ടല്ലോ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോയി നടക്കുന്നുണ്ട്. നമ്മുടെ അനീഷേട്ടൻ അനുമോളുടെ പിന്നാലെ ചെന്നിട്ട് അനുമോളെ കയറി വന്ന് ബെഡിൽ വന്ന് കിടക്കുന്നവരെ വിളിച്ചോണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അനുമോള് അനീഷേട്ടന്റെ പിന്നാലെ ബെഡിൽ അപ്പോഴത്തേക്ക് നൂറയും വരുന്നുണ്ട്. അങ്ങനെ ബെഡിൽ പോയി കിടക്കുകയും ചെയ്യുന്നുണ്ട്. അനുമോൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അനീഷേട്ടനെ.